ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഹെയർ കെയർ വീഡിയോ നാലാമത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തേക്കുന്നത് കറിവേപ്പില, പിന്നെ മുട്ട, പിന്നെ നമ്മുടെ തൈര് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് മൂന്നും വെച്ചിട്ടാണ് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലെൻഡറിലേക്ക് കറിവേപ്പില നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പില കേട്ടോ. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് എന്താ പറയുക, അത് യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അത് തലയിൽ തേക്കാനാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാനാണെങ്കിലും, കാരണം അതിനകത്ത് ഒരുപാട് കെമിക്കലുണ്ട്. അപ്പോൾ നമ്മളത് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇതപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. വീട്ടിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴുകി വൃത്തിയാക്കി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുട്ട നല്ല എക്സ്ട്രീം ഡ്രൈ ആക്കുന്നൊരു സാധനമാണല്ലോ. പക്ഷേ മുട്ട നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ. നമ്മൾ ഇൻടേക്ക് ആണെങ്കിലും പുറത്തേക്ക് എടുക്കുന്നതാണെങ്കിലും അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ മുട്ട മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ള മാത്രമായിട്ട് ആഡ് ചെയ്യാം. മഞ്ഞ ഒരുപാട് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളയും മഞ്ഞയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിത് നല്ല തൈരുള്ളതുകൊണ്ടാണ് കേട്ടോ. അത് നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും പാക്കായിട്ട് യൂസ് ചെയ്യുന്ന, അതായത് കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് താളിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മീഷോന്ന് വാങ്ങിയ ഒരു ആപ്ലിക്കേറ്റർ കേട്ടോ. അപ്പോൾ ഇത് വെറും 94 രൂപയുള്ളൂ. ഇത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ഇതുണ്ടോ, വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പം വെള്ളം പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആപ്ലിക്കേറ്റർ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു, അതെന്താണെന്ന് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കിട്ടിയേക്കുന്നത്. ഞാനിപ്പോൾ കൂടുതലും കണ്ണാടി വെച്ച് തുടങ്ങി കേട്ടോ. എൻ്റെ കണ്ണിന് കുറച്ച് പ്രശ്നമായിട്ട് ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് തുടങ്ങി. ഞാനിപ്പോൾ പുതിയ ലുക്കിൽ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് ഹെയർ വാഷ് ചെയ്തില്ല. ഇന്നലെ പിന്നെ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് മുടി കുറച്ച് നല്ല ഡ്രൈ ആയിട്ടോ. പിറ്റേന്ന് ഞാനൊരു താളിപ്പൊടി ഇട്ട് ഞാൻ കഴുകിയത്. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിരിക്കും കേട്ടോ മുടി. അപ്പോൾ നല്ല ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യാവും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, മുട്ട നല്ല ഡ്രൈ ആക്കും നമ്മുടെ മുടി കേട്ടോ. നല്ല എക്സ്ട്രീം ഡ്രൈ ആക്കും. അപ്പോൾ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയറിലൊക്കെയാണ് യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം പോലെ ചെയ്യാം. പിന്നെ ഇത് അല്ലൂസിൻ്റെ ഹെയർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1.5 കൊല്ലമായിട്ട് അല്ലൂസിൻ്റെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത്. അവരുടെ ഓയിൽ അടിപൊളി ഹെയർ ഓയിൽ കേട്ടോ. ഞാൻ മറ്റേ വീഡിയോസിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ഹെയർ ഓയിൽ കേട്ടോ. എൻ്റെ മുടിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചേഞ്ച് വന്നത് ഈ ഒരു ഓയിലാട്ടോ. വേറെ എന്തൊക്കെ ഞാൻ നോക്കിയിട്ടും എന്തൊക്കെ യൂസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ ലുക്ക്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊന്ന് ജസ്റ്റ് തുമ്പൊന്ന് വെട്ടി കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ പാക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഹെയർ ലോസ് നല്ലപോലെ ചേഞ്ചസ് ഉണ്ട്. കാരണം ഹെയർ ലോസ് ഇതിൻ്റെ എക്സ്ട്രീം ഹെയർ ലോസ് ആയിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ ഓയിൽ ഇപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ. അവരുടെ അടിപൊളി ഓയിലാട്ടോ. എന്തായാലും നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് അവരുടെ. വാട്സപ്പ് നമ്പർ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഡയറക്റ്റ് തന്നെ ലിങ്ക് അയച്ചു തരാം ഞാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ കോലം. പിന്നെ സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കണം കേട്ടോ. കാരണം ഞാൻ ഇപ്പം നൈറ്റിലാണ് ഞാൻ വീഡിയോ എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. അപ്പോൾ വെളിയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ലപോലെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പരിഗണിക്കുക. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ മൈക്കൊക്കെ ഒന്ന് വാങ്ങിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോസിന് എനിക്ക് ലൈക്കൊന്നും കിട്ടില്ല. പക്ഷേ വ്യൂസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് പൊയ്ക്കൂടെ എൻ്റെ മുന്ന് ഗൈസ്. സത്യം പറയാലോ, ഒന്ന് ലൈക്ക് ചെയ്തൂടെ. നമ്മളിപ്പോൾ എത്രയോ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് അവരെ കുറ്റം പറയല്ല. പക്ഷേ നമ്മൾ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീഡിയോയ്ക്കൊക്കെ എന്തോരം ലൈക്ക്. ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ തന്നെ ചിലപ്പോൾ ക്യൂട്ട്നെസ് ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾ ലൈക്ക് കൊടുക്കുന്നുണ്ടാവാം. നിങ്ങളെ കുറ്റം പറയല്ല. പക്ഷേ നമ്മളൊക്കെ പാവങ്ങളല്ലേ, ജീവിച്ച് പോട്ടെ.
അപ്പോൾ എന്താ പറയുക, എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടെ ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്തായാലും സബ്സ്ക്രൈബേഴ്സൊന്നും എനിക്ക് വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷേ എന്നാലും ഉള്ളത് വെച്ച് എനിക്കത് തൃപ്തിയാണ് കേട്ടോ. ഒരു 50 വരെയാണെങ്കിലും അത് ശരിക്കും എന്താ പറയുക, താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് ഉള്ള എന്താ പറയുക, വീഡിയോസ് ഇടാനുള്ളൊരു ഒരു 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 ത്വരയും വരും. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെന്താ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ആപ്ലിക്കേറ്റർ വെച്ചിട്ട് ചെയ്യുകയാണ്, പക്ഷേ ഒരു നിവൃത്തിയില്ല കേട്ടോ. അതിനകത്ത് ഞാനൊരു മണ്ടത്തരം കാണിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ അരിച്ചിട്ട് എടുക്കേണ്ടതായിരുന്നു. കാരണം കറിവേപ്പിലേൻ്റെ ആ ഒരു നാര് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നല്ല തിക്കാണല്ലോ. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡറിൽ അരഞ്ഞതുമില്ല. അപ്പോൾ പിന്നെ ഇത് കാണിച്ചത് മണ്ടത്തരമായിപ്പോയെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇളക്കിയിട്ട് ഒഴിച്ച് തലയിലെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. അപ്പം അതുകൊണ്ട് മുട്ടയെ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആക്കി കിട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതാകുമ്പോൾ പിന്നെ ഒലിച്ച് ഇറങ്ങി വരില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും പാക്കോ കാര്യങ്ങളോ കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എന്ന് വെച്ചാൽ എന്താ പറയുക, വേറെ എന്തെങ്കിലും എക്സ്ട്രാ പൊടിയും കൂടെ ഇട്ട് നല്ല തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. നമുക്കത് കുഴപ്പമില്ല, നല്ലതായിട്ട് എടുക്കാം. എന്തായാലും അടുത്തായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇതിനെടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തു. ഇത് നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ ചെയ്യാവൂ, കാരണം ഹെയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും മക്കളെ. ഇത് മൊത്തവും മുടി പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് തലയിൽ മാത്രം തേച്ചാൽ മതി കേട്ടോ, തലയോട്ടിയിൽ മാത്രം തേച്ചാൽ മതി. കാരണം നമ്മൾ മുടിയിൽ ചെയ്യുന്നത് സ്മൂത്ത്നെസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ. ഇങ്ങനത്തെ ഉള്ളതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയോട്ടി തന്നെയാണ് തേക്കേണ്ടത്. കാരണം തലയോട്ടിൽ നിന്നാണല്ലോ നമ്മൾ മുടികൾ കിളുത്ത് വരുന്നത്. നമ്മുടെ ഇപ്പം എന്താ പറയുക, ലെന്തിലോട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാലും അങ്ങനെ നീളണമെങ്കിൽ തന്നെ പോലും നമ്മുടെ തലയോട്ടിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ആ വീഡിയോയിൽ നോക്കുന്നത്. ഞാൻ എന്താ പറയുക, വേറെ കാണാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ഞാൻ എന്തോ എൻ്റെ ഒരു ഊഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണുമ്പോഴാണ് ശരിക്കും ഞാൻ ഒഴിച്ചത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണുന്നത് തന്നെ. അപ്പോൾ എന്താ പറയുക, മുടിയിൽ കഴിവതും ഇങ്ങനത്തുള്ള പാക്കുകൾ തേക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പം മുരിങ്ങയിലയാണെങ്കിലും എഗ്ഗാണെങ്കിലും എക്സ്ട്രീമായിട്ട് നമുക്ക് ഡ്രൈനെസ് തരുന്ന ഏതൊരു പാക്കാണെങ്കിലും മുടിയിലും കൂടെ അപ്ലൈ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ തലയോട്ടി തേക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പം കുറച്ചുകൂടി നമുക്ക് മുടി പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം മറ്റുള്ള പാക്കുകളൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കിന് ഈ പറയുന്ന പോലെ എങ്ങനെ പോയാലും മുടി പൊട്ടിപ്പോവും, എന്തായാലും പോവും. എനിക്കത് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഇനിയും വീഡിയോസ് ഇടാനുള്ളൊരു ത്വര എനിക്കുണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്കും തരണം. എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ ഗൈസ്. അപ്പോൾ എനിക്ക് അങ്ങനെ വലുതായിട്ട് യൂട്യൂബേഴ്സൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റേതായ രീതിയിൽ പറയാൻ എനിക്കറിയത്തുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ തലയോട്ടിയിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്തേക്കുന്നത്. മുടിയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ, മുടിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മുടിയിൽ വെറുതെ ഞാൻ കണ്ടില്ലേ, വെറുതെ വിട്ടേക്കാം കേട്ടോ. അപ്പോൾ തലയോട്ടിയിൽ കഴിവ് നമ്മൾ ഇങ്ങനത്തുള്ള പാക്കൊക്കെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കുറച്ചുകൂടി സബ്സ്ക്രൈബിനൊക്കെ ഒന്ന് കിട്ടട്ടെ. ഒന്ന് ലൈക്ക് ചെയ്ത് പോ. എത്ര വ്യൂസ് കണ്ടാലും ആര് കണ്ടാലും ഒന്ന് ലൈക്ക് പോലും ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈൽ തന്നെ കണ്ടിട്ട് എനിക്ക് ചിരി വന്നു കേട്ടോ. ഈ കൊടുക്കാൻ പോലത്തെ ക്ലിപ്പ് എടുത്ത് കുത്തിയതിൻ്റെ തലമണ്ട വേനെടുത്തു. വേറെ ക്ലിപ്പൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് മൈൽഡ് ഷാമ്പു വെച്ച് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. അതില്ലെങ്കിൽ നമുക്ക് തളിപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് വാഷ് ചെയ്യാം കേട്ടോ. അവിടെ എന്തോ സൗണ്ട് കേട്ടപ്പോൾ അത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പം മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.